വെൽക്കം ടു AZB അക്കാഡമി. ഞാൻ ശരണ്യ. LPSA UPSA പരീക്ഷ സ്വപ്നം കണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു സംശയമാണ് എന്നാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത്. നമുക്കറിയാം 2019 ഇപ്പോൾ നടക്കുന്ന ലിസ്റ്റിന് തൊട്ടു മുന്നേ, ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനും തൊട്ടു മുന്നേ 2019 എന്ത് വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം 2020 എന്ത് ചെയ്തു, എക്സാം നടന്നു. ആ എക്സാം നടന്നതിന് ശേഷം സെപ്റ്റംബർ 2021 എന്ത് ഷോർട്ട് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. കാരണം കോവിഡ് ടൈം ആയതുകൊണ്ട് PSCയുടെ അന്ന് നടന്ന ആ പരീക്ഷയുടെ പ്രോസസ്സിങ്ങിലൊക്കെ കുറച്ച് ഡിലേ വന്നിരുന്നു എന്നറിയാം. അതിനുശേഷം 2023 നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് 2024 നടക്കുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നത്? 30/12/2023 നോട്ടിഫിക്കേഷൻ വന്നു. ഏകദേശം ജൂലൈ 6 എന്താ UPSAയുടെ എക്സാം, ജൂലൈ 6 UPSAയുടെ എക്സാമും LPയുടെ എക്സാം ജൂലൈ 20 നടന്നു. അതിനുശേഷം എന്താണ് ഇപ്പോൾ നടക്കുന്ന ആ ലിസ്റ്റ്, ഇപ്പോൾ പ്രാബല്യത്തിൽ വന്ന ലിസ്റ്റ് 2025 എന്താ പുതിയ ലിസ്റ്റ് ജൂണില് പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്നു. ഇതേ ഒരു ക്രൈറ്റീരിയ ആയിരിക്കും, ഇതേ ഒരു രീതി ആയിരിക്കും ഇനി വരുന്ന എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഏകദേശം 2026 ഡിസംബർ ലാസ്റ്റോടുകൂടി എന്താണ് LPSA UPSA അടുത്ത നോട്ടിഫിക്കേഷൻ അവർ പബ്ലിഷ് ചെയ്യും. കാരണം ഏജിന്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എക്സാം ആയിരിക്കും ഇനി വരാനിരിക്കുന്നത്. പിന്നെ 2030 2-3 മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. 2030 എന്താ യോഗ്യതയിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 2026 ഡിസംബറിലെ എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്നിട്ട് എന്താ 2026 നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു 7 മാസത്തെ ടൈം അവർ നമുക്ക് തരും. ആ 7 മാസം കഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ ഇപ്പോൾ നടക്കുന്ന ലിസ്റ്റിന്റെ എക്സാം എങ്ങനെയായിരുന്നോ അതേ പാറ്റേണിൽ തന്നെ എന്ത് ചെയ്യും, അവർ നമുക്ക് 7 മാസത്തിന് ശേഷം എക്സാം ഉണ്ടാകും. അതിന്റെ ലിസ്റ്റ് 2028 പ്രാബല്യത്തിൽ വരണം. ആ ഒരു രീതിയിലായിരിക്കും ഇനി വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളെ PSC നമ്മളെ കുഴപ്പിക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ മുന്നിലേക്ക് തന്നത്, അല്ലേ? ഉദ്യോഗാർത്ഥികളെ വളരെയധികം കുഴപ്പിക്കുന്ന രീതിയിലുള്ള എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ഓരോ വർഷം കഴിയുന്തോറും PSCക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പം നമ്മൾ ആ മാറുന്ന പാറ്റേൺ അനുസരിച്ച് നമ്മൾ വില്ലിങ് ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എങ്ങനെ PSC നമ്മളോട് സൂര്യന് താഴെയുള്ള ഏത് കാര്യം ചോദിച്ചാലും നമ്മൾ അതിലത് ബബിൾ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. അതിനെന്താണ്, ഒരു ലോങ് ടേം സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. അതിന് LP UP എക്സാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കൂടുതലായിട്ടും ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, SCERTയുടെ പാഠപുസ്തകങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക എന്നുള്ളതാണ്. ഏകദേശം 95% SCERT പാഠപുസ്തകങ്ങളിൽ നിന്നാണ് നമുക്കുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, SCERT പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ പഴയ പാഠപുസ്തകങ്ങളും പഠിക്കണം, പുതിയ പാഠപുസ്തകങ്ങളും പഠിക്കണം. അതോടൊപ്പം എന്ത് ചെയ്യുക, NCERT +1 +2 ക്ലാസ്സുകളിലെ കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു വേണം നിങ്ങൾ പോകാൻ. കഴിഞ്ഞ എക്സാം അങ്ങനെയായിരുന്നു. കഴിഞ്ഞ എക്സാം NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അവിടെയാണ് കുട്ടികൾക്ക് വീഴ്ച പറ്റിയത്. SCERT പാഠപുസ്തകങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പോയവരൊക്കെ വളരെയധികം നിരാശരായി എന്നുള്ളതാണ്. കാരണം വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. ചിലർക്കൊന്നും തൊടാൻ പോലും പറ്റിയില്ല. ചോദ്യങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോലും എന്താണ് എന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്നും തന്നെ അവർക്ക് ഒരു ഉത്തരം പോലും ആൻസർ ചെയ്യാൻ പറ്റാതെ ഫുൾ നെഗറ്റീവ് അടിച്ച് ലിസ്റ്റിൽ പോലും ഇടം പിടിക്കാതെ നിരാശരായി വന്ന കുട്ടികളുണ്ട്. അപ്പോൾ PSCയുടെ ഈ ഒരു രീതി തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ള ജനറൽ PSCകളെ അപേക്ഷിച്ച് LPSA UPSA ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, SCERT പാഠപുസ്തകം മറ്റുള്ള എക്സാമുകൾക്ക് വേണമെങ്കിൽ പോലും ഇതിനൊരു സ്റ്റെപ്പ് കൂടുതലാണ്.
SCRT പാഠഭാഗങ്ങൾ എന്താണ്? LPSA UPSA പരീക്ഷകൾക്ക് ഒരു സ്റ്റെപ്പ് കൂടുതലായിട്ട് ചോദിക്കും. അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് പോവുക. അതുപോലെ തന്നെ സൈക്കോളജി, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നീ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് 55 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ SS ബേസിക് സയൻസ് എന്നിവയ്ക്ക് 45 മാർക്കും ഉള്ള ചോദ്യങ്ങളായിരിക്കും. ടോട്ടൽ 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിനുശേഷം വരുന്നത് എന്താണ്? ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ ഇതിനുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അവിടെ ക്ലാസ്സുകൾ എടുക്കേണ്ടതായിട്ട് വരും. മാക്സിമം 15 മാർക്ക് വരെയെങ്കിലും ഇന്റർവ്യൂ ബോർഡ് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെന്താണ് പ്രിപ്പയർ ചെയ്ത് OMRൽ നമുക്ക് എന്താ മാർക്ക് ഒരല്പം സ്കോർ ചെയ്യാൻ കുറഞ്ഞാലും നമുക്ക് അവിടെ എവിടെ പോരായ്മ പരിഹരിക്കാം? ഇന്റർവ്യൂവിൽ നമുക്ക് ആ ഒരു പോരായ്മയെ നമുക്ക് പരിഹരിച്ച് ലിസ്റ്റിൽ ആദ്യമൊക്കെ ഇടം പിടിക്കാനൊക്കെ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്താ, പരീക്ഷ മാത്രമല്ല തുടർന്ന് വരുന്ന ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന വലിയൊരു കടമ്പയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇനി വരുന്ന എക്സാം എന്ന് പറയുമ്പോഴെന്താ, ഇനിയിപ്പോൾ ഡിസംബർ ആകാൻ ഇനി വലിയ സമയമൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ 2026 ഡിസംബറിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഒരു വർഷം പോയത് കണ്ടോ? പെട്ടെന്ന് തന്നെ 2026 ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു ടൈമിലേക്ക് ഓടിയെത്തും. നമ്മുടെ മുന്നിലുള്ള ഈ ഒരു സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എക്സാം ഇനിയുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പിന്നെയും 7 മാസം. ഇതാണ് നമ്മുടെ ഒക്കെ സ്ഥിരം പരിപാടി. നോട്ടിഫിക്കേഷൻ വന്നിട്ട് എന്താ പിന്നെയും 7 മാസം ഉണ്ടല്ലോ, അപ്പോൾ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ സിലബസ് ഫുള്ള് തീർത്തിട്ട് എക്സാം ഹോളിലേക്ക് കയറാൻ പറ്റുകയില്ല. ഇപ്പോഴേ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ റിവിഷൻ ഉള്ള സമയം എടുക്കാം. റിവിഷൻ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടും. ആ ഒരു ടൈമിൽ റിവിഷൻ മാത്രം ചെയ്യുക. പഠിച്ച കാര്യങ്ങളെ ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ SCRT പാഠഭാഗങ്ങൾ പഠിക്കുന്നവര് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതോടൊപ്പം ആ പഠിച്ച കാര്യങ്ങളെ പറ്റിയുള്ള ഒരു 10 ക്വസ്റ്റ്യൻ വീതം ഇട്ട് എന്താ നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുക. നിങ്ങൾ തന്നെ സ്വയം ഒരു എക്സാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ മുക്കാൽ പങ്കോളം കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തും. ബാക്കി എന്താണ് ആ റിവിഷൻ ടൈമിൽ. അതുപോലെ തന്നെ LPSA UPSA എക്സാം എഴുതുന്നവര് എപ്പോഴും LDയുടെ സിലബസ് കൂടി ഒന്ന് നോക്കി കവർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം PSC സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എന്ന് പറഞ്ഞാലും അവർക്ക് എന്തും ചോദിക്കാം. കാരണം ഓരോ വർഷം പാറ്റേൺ മാറുകയാണ്, എക്സാമിന്റെ പാറ്റേൺ മാറുന്നു, ചോദ്യത്തിന്റെ ടൈപ്പ് മാറുന്നു. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ എഴുതിയ എക്സാം പോലെ ആയിരിക്കില്ല വരുന്ന വർഷത്തെ എക്സാം എന്ന് പറയുന്നത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിനൊരു ലോങ് ടേം സ്റ്റഡി നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന് AZB അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ വലിയൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കായിട്ട് ഇങ്ങനെ തുറന്നു കിടന്നിരിക്കുകയാണ്. നോക്കിക്കേ, ഞങ്ങളുടെ മാത്രം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ജോലി കിട്ടിയിട്ട് മാത്രം പകുതി ഫീസ് തന്നാൽ മതി. അത് കഴിഞ്ഞ് ജോലിയിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് എന്താ ബാക്കി ഫീസ് ഞങ്ങൾക്ക് തരിക. ഏകദേശം ഞങ്ങളുടെ കോഴ്സിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അതിൽ നിങ്ങൾ 6,000 രൂപ മാത്രം ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ 6,000 രൂപ തരിക. ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം ബാക്കി പകുതി തരിക. ഓക്കെ, ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളെ ഒരു ദിവസം നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഞങ്ങൾ തരും. ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും നിങ്ങളെ ഞങ്ങൾ LPSA UPSAയുടെ ആ ഒരു സ്റ്റഡി ജേർണിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതിനെന്താണ് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, പഠിച്ച കാര്യങ്ങൾ തന്നെ മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്, സ്പെഷ്യൽ ക്ലാസ് അഡീഷണൽ സെക്ഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളുടെ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ ഉണ്ട്, അതുപോലെ മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്, കമ്പൈൻ സ്റ്റഡി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ
LPSA UPSA എഴുതാനിരിക്കുന്നവർക്ക് ടൈം കിട്ടുന്നില്ല, വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ടൈം തികയുന്നില്ല, ഞങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് ദേ ഞങ്ങളുടെ AZB അക്കാഡമി എന്ന് പറയുന്ന ഒരു വലിയൊരു സപ്പോർട്ടാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്താ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. ഈ ഉള്ള സമയം നിങ്ങൾ AZB അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ആ റാങ്ക് LPSA UPSAയിലെ നിങ്ങളുടെ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ നിങ്ങളുടെ ഇടം പിടിക്കുക എന്നുള്ളതാണ്. ശരിക്കും PSCക്ക് എന്താണ്, ഭാഗ്യ നിർഭാഗ്യങ്ങളൊന്നുമില്ല, ഹാർഡ് വർക്കിംഗ് മാത്രമാണ്. ഇവിടെ AZB അക്കാഡമി നിങ്ങൾക്ക് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തരികയാണ്. ഹാർഡ് വർക്കിങ്ങിലൂടെ ഞങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. നിങ്ങളെ ഈ ഒരു ലിസ്റ്റിനുള്ളിലേക്ക് കടത്തുക, ലിസ്റ്റിലേക്ക് കയറി നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ജേർണിയിലാണ് ഞങ്ങളും. നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക AZB അക്കാഡമിയുടെ ഞങ്ങളുടെ ലേണിംഗ് ആപ്പിലേക്ക്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ.